our next topic algae. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ് കിണറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്ലാന്റ് കിണറ്റ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ 5 കാറ്റഗറൈസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആൽഗെ, സെക്കൻഡ് ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, പിന്നെ ഫോർത്ത് ജിംനോസ്പേം ആൻഡ് ഏഞ്ചിയോസ്പേം. ഇങ്ങനെ 5 കാറ്റഗറൈസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആൽഗെ. ആൽഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൽഗയുടെ സ്റ്റഡീനെ പറയുന്ന പേരാണ് ഫൈക്കോളജി. ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ആൽഗെ എന്ന് പറയുന്ന പേരാണ് ഫൈക്കോളജി. നെക്സ്റ്റ് ആൽഗേസ് ആർ ക്ലോറോഫിൽ. ക്ലോറോഫിൽ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവ എന്താണ്, ഓട്ടോട്രോപ്പിക് ആണ്. സ്വയം ഭക്ഷണം പാചകം ചെയ്യുന്നവയാണ്, ഓട്ടോട്രോപ്പിക് ആണ്. പിന്നെ അവ എവിടെയാണ് ജീവിക്കുന്നത്, എക്വാട്ടിക് ഓർ ടെറസ്ട്രിയൽ. എക്വാട്ടിക് എന്ന് പറയുമ്പോൾ അവ മെറൈൻ വാട്ടറിലും കാണാറുണ്ട്, ഫ്രഷ് വാട്ടറിലും കാണാറുണ്ട്. ടെറസ്ട്രിയൽ ആയിട്ട് ലാൻഡ് ഭാഗത്ത് കാണുകയാണെങ്കിൽ മോയിസ്റ്റ് പ്ലേസിലാണ് കാണാറുള്ളൂ. മോയിസ്റ്റ് പ്ലേസിൽ ലാൻഡിലോ അല്ലെങ്കിൽ സ്റ്റോണിലോ സോയിലിലോ അല്ലെങ്കിൽ റോക്സിലോ ആണെന്ത്, മോയിസ്റ്റ് റോക്കിലോ സോയിലോ അതുപോലെ വുഡിലൊക്കെയാണ് അവ കൂടുതലായിട്ടും കാണാറുള്ളത്. ഇനി താലസ് ആണ് അവരുടെ ബോഡി സ്ട്രക്ചർ. താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ട്രൂ ആയിട്ടുള്ള റൂട്ടോ അല്ലെങ്കിൽ സ്റ്റമ്മോ ലീവ്സോ ഇല്ല. അത്തരം ഒരു സ്ട്രക്ചറിനെ പറഞ്ഞാണ് താലസ്. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. റൂട്ട് ലൈക്ക് ഓർഗാൻസ് ഉണ്ട്, സ്റ്റം ലൈക്ക് ഓർഗാൻസ് ഉണ്ട്, ലീഫ് ലൈക്ക് ഓർഗാൻസ് ഉണ്ട്. പക്ഷെ അത് റൂട്ട്സ് ഒന്നുമില്ല. വേറൊന്നുമല്ല, താലസ് എന്ന് പറഞ്ഞാൽ വാസ്കുലർ സിസ്റ്റം ഇല്ലാത്ത റൂട്ട് പോലെയോ സ്റ്റമ്മ് പോലെയോ ലീഫ് ലൈക്ക് ഓർഗൻസ് ഉള്ള പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഓർഗാൻസിനെല്ലാം താലസ് ഓർഗനൈസേഷൻ എന്നാണ് പറയുക. അതിൽ എക്സാമ്പിളാണ് ഫംജി, ഒരു താലസ് ഓർഗനൈസേഷനാണ്. അതേപോലെ ആൽഗ, ബ്രയോഫൈറ്റ, ലൈക്കൻ, ഇതൊക്കെ താലസ് സിസ്റ്റമാണ് അതിൽ വരുന്നത്. താലസ് ഈസ് യൂണിസെല്ലുലർ ആയിട്ട് കാണാം. സിംഗിൾ സെൽ ഓർഗാനിസം ആയിട്ട് ആരെ കാണാറുണ്ട്, ആൽഗേനെ കാണാറുണ്ട്. ക്ലോറലൊക്കെ സിംഗിൾ സെൽ ഓർഗാനിസം ആണ്. ഇനി അതിൽ തന്നെ ഫ്ലജല്ലേറ്റഡ് ഉണ്ട്, നോൺ ഫ്ലജല്ലേറ്റഡ് ഉണ്ട്. ഫ്ലജല്ല ഉണ്ടെങ്കിൽ അവർക്ക് ലോക്കോമോഷൻ ഉണ്ടാവും, ചലിക്കുന്നവയായിരിക്കും. ഒരു ഔട്ടർ പ്രൊജക്ഷൻ ആയിട്ടുള്ള ഫിലമെൻലൈസ് ഇതാണെന്ത്, ഫ്ലജല്ല. ആ ഫ്ലജല്ല ഉണ്ടെങ്കിൽ അവർക്ക് ലോക്കോമോഷൻ ആവും. യൂണിസെല്ലുലർ ആയിട്ടുള്ള ഫ്ലജല്ലേറ്റഡും നോൺ ഫ്ലജല്ലേറ്റഡും എന്ന് പറഞ്ഞാൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസവും കാണാറുണ്ട്. ഇനി മൾട്ടി സെല്ലുലാർ ആണെങ്കിൽ അവ ഫിലമെൻറ്റ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റ് രൂപത്തിലായിട്ടും കാണാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയാവ ബ്രാഞ്ചഡ് രൂപത്തിലും. ബ്രാഞ്ചഡ് ആൻഡ് മൾട്ടി സെല്ലുലർ 100 കെൽപ്സ് പോലുള്ള ആൾഗകളൊക്കെ 100 മീറ്റർ വരെ ലെങ്ത് ഉള്ള ആൾഗേസ് ഉണ്ട്. ഇനി ദേ മേ ബി ഫ്രീ ഫ്ലോട്ടിംഗ് ഓർ അറ്റാച്ച്ഡ് ഫോംസ്. സമുദ്രത്തിൻ്റെ മോൾത്തട്ടിലെ വെള്ളത്തിൽ ഓളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഫോമിലും കാണാറുണ്ട് ആൾഗനെ. അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുമലോ അല്ലെങ്കിൽ സോയിലോ പറ്റിപ്പിടിച്ചിരിക്കുന്നവയും കാണാറുണ്ട്. ആ പറ്റിപ്പിടിക്കാൻ അവയെ സഹായിക്കുന്നത് റൂട്ടല്ല, റൂട്ടിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഹോൾഡ് ഫാസ്റ്റാണ്. ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന ഹോൾഡ് ഫാസ്റ്റാണ് എന്ത്, അവയെ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്നത് റൂട്ട് ലൈക്ക്. പിന്നെ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ 3 രീതിയിലുള്ള റീപ്രൊഡക്ഷനാണ് കാണാറ്. ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്മെൻറ്റേഷൻ, കഷ്ണങ്ങൾ മുറിഞ്ഞ് പുതിയ ആൾഗേഴ്സ് ഉണ്ടാവുക. അത് സർഗാസത്തിലൊക്കെ ഫ്രാഗ്മെൻറ്റേഷൻ കാണുന്നത്. എക്സാമ്പിൾ സർഗാസം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ നമുക്ക് കാണാറുണ്ട്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, സ്പോർ രൂപത്തിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാറ്. അതിന് എക്സാമ്പിളാണ് സൂസ്പോസ്. സൂസ്പോസ് എങ്ങനെയൊക്കെയാവാം, മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ സ്പോസും കാണാറുണ്ട്. മോട്ടൈൽ സ്പോസും കാണാറുണ്ട്, നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ ഫ്ലജല്ല ഉള്ള സ്പോസും ഉണ്ടാവാറുണ്ട്, നോൺ ഫ്ലജല്ലേറ്റഡ് സ്പോസും കാണാറുണ്ട്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ്. മെയിലിൻ്റെ ഫീമെയിൽ ഗാമേറ്റ്സിൻ്റെ ഫ്യൂഷനാണ് എന്ത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ, ഈ സെക്ഷൽ ഗാമേറ്റ്സ് മോട്ടൈലാവാം അല്ലെങ്കിൽ നോൺ മോട്ടൈലാവാം. 2 ഗാമേറ്റ്സ് മോട്ടൈലായിട്ടുള്ളത് ഉണ്ടാവാറുണ്ട്, 2 ഗാമേറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് നോൺ മോട്ടൈലായിട്ടുള്ളത് ഉണ്ടാവാറുണ്ട്. അപ്പം അവ എങ്ങനെയൊക്കെ ആവാം, ഐസോഗാമസ് ആവാം. ഐസോഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമീറ്റ്സ് ആർ സിമിലർ സൈസ്, ഷേപ്പ്, സ്ട്രക്ചർ ഒക്കെ സിമിലർ ആണെങ്കിൽ ഐസോഗാമീറ്റ്സ് എന്നാണ് പറയുക. ഐസോഗാമീറ്റ്സ് അതാണ് ഒരേപോലത്തെ ഗാമീറ്റിനെ പറഞ്ഞാണ് ഐസോഗാമീറ്റ്സ്. അവരുടെ ഫ്യൂഷനെ പറഞ്ഞാണ് ഐസോഗാമസ്. ക്ലിയർ ആവുക. ഐസോഗാമീറ്റ്സിൻ്റെ ഫ്യൂഷനെ പറയുന്നതാണ് ഐസോഗാമസ്. അതിന് എക്സാമ്പിൾ ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിൽ എന്താണ്, ഫ്ലജല്ലേറ്റഡ് ഐസോഗാമസ് ആണ്. അതേപോലെ തന്നെ സ്പൈറോഗേറിയോ
നോൺ ഫ്ലജല്ലേറ്റഡ് ഐസോഗാമസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്യൂഷൻ ഓഫ് ദ സിമിലർ ഗാമീറ്റ്സ് ഹാവ് ദ ഫ്ലജല്ല. ഹിയർ ഫ്യൂഷൻ ഓഫ് ദ സിമിലർ ഗാമീറ്റ്സ് ഡസൻറ്റ് ഹാവ് ആബ്സെൻസ് ഓഫ് ദ ഫ്ലജല്ല. അപ്പോൾ നോൺ മോട്ടൈലാണ്. ഇനി അനൈസോഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിമിലർ സൈസാണ്. സിമിലർ സ്ട്രക്ചർ ആണെങ്കിലും ഡിസിമിലർ ആണ് സൈസ്. അപ്പോൾ അനൈസോഗാമസ്. അപ്പോൾ അത്തരം അത് സം സ്പീഷീസ് ഓഫ് ക്ലാമിഡോമോണസ് എങ്ങനെയാണ്? ഒന്ന് വലുതും ഒന്ന് ചെറുതും. സിമിലർ സൈസ് ഷേപ്പ് ആണെങ്കിലും ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരിക്കും. ഇനി ഊഗാമസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഷേപ്പ്, സൈസ്, സ്ട്രക്ചർ. എന്നാൽ എഗ് രൂപത്തിലൊന്നാവാം, ഒന്ന് സ്പേം രൂപത്തിലാവാം. വോൾവോക്സ്, ഫ്യൂക്കസിൻ്റെ ഒക്കെ എന്താണ് ഡിസിമിലർ ഷേപ്പ് ആൻഡ് സൈസാണ്. അതാണ് ഊഗാമസ്. അത്തരം ഗാമീറ്റ്സിന് പറഞ്ഞാൽ ഊഗാമീറ്റ്സ് എന്ന് പറയും. അത്തരം ഫ്യൂഷന് പറയുന്നതാണ് ഊഗാമസ് എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗം പറയാം. നെക്സ്റ്റ് വി കൻ സ്റ്റഡി അബൌട്ട് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. എന്തെല്ലാം എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ആൽഗയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ഭൂമിയിലെ മൊത്തം അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പകുതി അളവ് ആരാണ് നൽകുന്നത്? ആൽഗേസ് ആണ് നൽകുന്നത്. കാരണം ഭൂമിയുടെ കരയിനേക്കാൾ കൂടുതൽ ഭാഗം കടൽ ഭാഗമാണല്ലേ. അതിലെ പ്ലാന്റ്സ് ആണ് ആര്? ആൽഗെ. മെയിൻലി ബ്രൗൺ ആൽഗയൊക്കെ ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഓഫ് ദ എർത്ത് ഈസ് ഗിവൺ ബൈ ദ ആൽഗേസ്. പിന്നെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് എനർജി റിച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതാണ് ആൽഗെ. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. പ്ലാന്റ് കിങ്ഡംസ് ആർ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എനർജി റിച്ച് കമ്പോണൻസ് ഉണ്ടാക്കുന്നത്. മിനി സ്പീഷ്യസ് ലാമിനേറിയ, പോറിഫൈറ, സർഗാസം അതർ സ്പീഷ്യസ് ഒക്കെ എഡിബിൾ കൂടിയാണ്. നമുക്ക് ഫുഡായിട്ട് കഴിക്കാനും കൂടി പറ്റുന്നതാണ്. സെർട്ടൻ മെറൈൻ ആൽഗെ പ്രൊഡ്യൂസസ് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോയിഡ്സ്. ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോയിഡ്സ് എന്നാൽ സെർട്ടൻ ടൈപ്പ് ഓഫ് സെൽസ് ആണ് അവരുടെ ബോഡിയിൽ. വാട്ടർ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ചില സെൽസ് അവരുടെ ബോഡിനകത്തുണ്ട്. അത് ഹൈഡ്രോക്ലോയിഡ്സ്. അവ മുന്നൊക്കെ റിഫ്രിജറേറ്ററിൻ്റെ യൂസ് പോലെ തന്നെ യൂസ് ചെയ്യാം. ഇങ്ങനെ ആൽഗിൻ ഫ്രം ബ്രൗൺ ആൽഗെ. കെൽപ്പിൽപ്പെട്ട കെൽപ്സ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗയിൽ 100 മീറ്ററോളം നീളമുള്ള ബ്രൗൺ ആൽഗയാണ് കെൽപ്സ്. അതിൽപ്പെട്ട ആൽഗിൻസ്, അതുപോലെ കാരഗീൻ, റെഡ് ആൽഗയിലെ കാരഗീൻ, ഇവയെല്ലാം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള ഹൈഡ്രോക്ലോയിഡ്സ് ഉണ്ട് അതിൽ. ഇനി അഗാർ ജെൽ എന്തിൽ നിന്നാണ് എടുക്കുന്നത്? ആൽഗയിൽ നിന്നാണ് അഗാർ ജെൽ എടുക്കുന്നത്. ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന അഗാർ ജെൽ എന്തിൽ നിന്നാണ് എടുക്കുന്നത്? ഗ്രാസിലേറിയ, ജെലീഡിയം, ഗ്രാസിലേറിയ ഇത്തരം റെഡ് ആൽഗയിൽ നിന്നാണ് എന്ത് അഗാർ സൊല്യൂഷൻ എടുക്കുന്നത്. ആ അഗാർ സൊല്യൂഷൻ നമുക്ക് ഐസ്ക്രീമിനും അതേപോലെ തന്നെ ഐസ്ക്രീം അതേപോലെ ജെല്ലീസിന് എടുക്കുന്ന ജെലാറ്റിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ അഗാർ എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഫഞ്ചയുടെയും അതേപോലെ തന്നെ ടിഷ്യൂ കൾച്ചറിനും അതേപോലെ മൈക്രോബ്സിന് കൾച്ചർ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണെന്ത് അഗാർ. പിന്നെ ക്ലോറല്ല സ്പൈറുല സിംഗിൾ സെല്ലായിട്ടുള്ള ക്ലോറല്ലയും സ്പൈറുലിനെയും സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ആൽഗേനെ 3 ഡിവൈഡ് ചെയ്യാം. ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. എന്തൊക്കെയാണ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ്റെ ഹാഫ് എമൗണ്ട് ആൽഗയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അവ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്, എനർജി റിച്ച് കമ്പോണൻസ് ആണ്. മെനി സ്പീഷ്യസ് ആർ എഡിബിൾ. ലാമിനേറിയ അതേപോലെ പോറിഫൈറ, സർഗസമൊക്കെ മെനി സ്പീഷ്യസ് ആർ എഡിബിൾ. അതേപോലെ തന്നെ എഡിബിൾ ആണ് ക്ലോറല്ല, സ്പൈറുലിന, സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം. ഫുഡ് സപ്ലിമെൻ്റ് ഐറ്റംസ് സ്പേസ് ട്രാവലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽഗിൻ, കാരഗിൻ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള സെൽസ് അവരിലുണ്ട്. ആൽഗിൻ, കാരഗിൻ. ആൽഗിൻ ആണെങ്കിൽ കെൽപ്സ് ബ്രൗൺ ആൽഗയിൽ നിന്നാണ്, കാരഗിൻ റെഡ് ആൽഗയിൽ നിന്നാണ്. പിന്നെ അഗാർ സൊല്യൂഷനിലെ ജെല്ല് അത് എന്തിൽ നിന്നാണ്? ഗ്രാസിലേറിയം, ജെലീഡിയം എന്നില്ല റെഡ് ആൽഗയിൽ നിന്നാണ് അഗാർ സൊല്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അത് ജെലാറ്റിൻസ് ഉണ്ടാക്കാനും ഐസ്ക്രീംസ്, ജെല്ലീസ് ഒക്കെ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആൽഗിനെ 3 നാം തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് 3 തരംതിരിച്ചിരിക്കുന്നത്? ദ പ്രസൻസ് ഓഫ് ദ പിഗ്മെൻറ്റ്സ്. ക്ലോറോഫിൽ പിഗ്മെൻ്റ് അടിസ്ഥാനത്തിൽ അവയെ 3 തരംതിരിച്ചിരിക്കുന്നു. റെഡ് ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗിനെ ക്ലോറോഫൈസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫയോഫൈസി ഈസ് എ ബ്രൗൺ ആൽഗെ. ബ്രൗൺ പിഗ്മെൻറ്റ്, സാന്തോഫിൽ പിഗ്മെൻറ്റ്സ് ഒക്കെ ഉള്ളതാണ് ബ്രൗൺ ആൽഗെ. ഫൈക്കോ എരിത്രിൻ ഒക്കെ ഉള്ളതാണ് റെഡ് ആൽഗെ, അതാണ് റോഡോഫൈസി. നെക്സ്റ്റ് ആൽഗയിലെ ക്ലോറോഫൈസി. പിഗ്മെൻ്റ് അടിസ്ഥാനത്തിൽ 3 ആൽഗിനെ തരംതിരിച്ചിരിക്കുന്നു പറഞ്ഞു.
അല്ലേ? അതിൽ ഗ്രീൻ കളർ കാണുന്നതാണ് ക്ലോറോഫേസി. ആ ഗ്രീൻ കളർ എന്ത് പിഗ്മെൻറ്റ് കൊണ്ടാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി പിഗ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് അതിനെ ഗ്രീൻ കളറായിട്ട് കാണുന്നത്. ഇനി ദ പ്ലാന്റ് ബോഡി ബേബി യൂണിസെല്ലുലാർ ആയിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ എന്താ കൊളോണിയൽ അല്ലെങ്കിൽ ഫിലമെൻറ്റസ്. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ഈ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് ഒരുപാട് ഗ്രൂപ്പായിട്ട് കാണാം. കോളനി രൂപത്തിൽ, കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ടാണല്ലോ, അങ്ങനെ കാണാൻ വോൾവോക്സ് ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. അത് യൂണിസെല്ലുലാർ ആൽഗെ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വോൾവോക്സ് വരുന്നുണ്ട്, ക്ലോറോഫൈസിയിലാണ് വോൾവോക്സ് വരുന്നത്. അതിനാണ് യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ രൂപത്തിൽ കാണാം, അല്ലെങ്കിൽ ഫിലമെൻറ്റസ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ചെയിൻ പോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെയിൻ പോലെ ഇങ്ങനെ ഒന്നൊന്നിനോട് കണക്റ്റഡ് ആയിട്ട് കാണുക. ഇതിൽ ഓരോ സെല്ലും ഓരോ സിംഗിൾ സെൽസും ഡിഫറെൻ്റ് ഓർഗാനിസാണ്, പക്ഷെ അവർ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ചെയിൻ രൂപത്തിലോ ആണ് കാണുന്നത്. അതാണ് യൂണിസെല്ലുലാർ കൊളോണിയൽ ഫിലമെൻറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലോറോഫിൽ എ ആൻഡ് ബി പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ഗ്രീൻ കളറായിട്ട് വിസിബിൾ ആവുന്നത്. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് മേ ബി ഡിസ്കോയിഡ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് ഡിസ്കോയിഡ് ഷേപ്പ് ആവാം, കപ്പ് ഷേപ്പ് ആവാം, സ്പൈറൽ ഷേപ്പ് ആവാം, പ്ലേറ്റ് ലൈറ്റ് ആവാം, റെറ്റിക്കുലേറ്റ് ആവാം. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് ഡിഫറെൻറ്റ് ഷേപ്പിൽ കാണാറുണ്ട് ആൽഗയിൽ. ആൻഡ് സ്റ്റോറേജ് ബോഡി പൈർനോയിഡ്സ്, പ്രോട്ടീനെ സ്റ്റോറേജ് ചെയ്യുന്ന പൈർനോയിഡ്സ് ബോഡി, സ്റ്റാർച്ച് മുഖേന, സ്റ്റാർച്ച് അല്ലാതെ തന്നെ പ്രോട്ടീൻസ് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് പൈർനോയിഡ്സ്. പിന്നെ ആൽഗയുടെ സെൽ വോൾ എന്തുകൊണ്ടാണ്? ക്ലോറോഫൈസിൽ സെൽ വോൾ എന്തുകൊണ്ടാണ്? സെല്ലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഏത് രൂപത്തിലാണ്? ഫ്രാഗ്മെന്റേഷൻ രൂപത്തിലാണ് നടക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ എന്താണ്? ഫ്ലജലേറ്റഡ് സൂസ്പോസ് ആണ്. അതെവിടെയാണ്? സൂസ്പോറാഞ്ചത്തിനകത്താണ് ഉണ്ടാവുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷന് 3 രീതിയിലാണ് കാണുന്നത്: ഐസോഗാമസ്, ആൻഡ് ഊഗാമസ്. ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഐസോഗാമസ് എന്താണ്? സിമിലർ ഗാമേറ്റ്സിന്റെ ഫ്യൂഷനാണ് ഐസോഗാമസ്. ഡിസിമിലർ ഗാമേറ്റ്സിന്റെ ഫ്യൂഷനാണ് അനൈസോഗാമസ്. ആൻഡ് ഊഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൈസ്, ഷേപ്പ്, സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാമേറ്റ്സിന്റെ ഫ്യൂഷനാണ് എന്ത്? ഊഗാമേറ്റ്സ്. അതിൽ വരുന്നതാണ് എന്ത്? ക്ലാമിഡോമോണാസ്. എന്താ? ക്ലോറോഫൈസി ആൽഗയുടെ എക്സാമ്പിൾസ് ആണ് ക്ലാമിഡോമോണാസ്, വോൾവോക്സ്, ക്ലോറല്ല, കാര, യൂളോത്രിക്സ്, സ്പൈറോഗേറ. ഇതൊക്കെ എന്തിൽ വരുന്നതാണെന്ന് ക്ലോറോഫൈസി ഫാമിലിയിൽ പറഞ്ഞ ഗ്രീൻ ആൽഗയ്ക്കുള്ള എക്സാമ്പിളാണ് ക്ലാമിഡോമോണാസ്, വോൾവോക്സ്, യൂളോത്രിക്സ്, സ്പൈറോഗേറ ആൻഡ് കാര. ഇത്രയാണ് നമുക്ക് ക്ലോറോഫൈസിയെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫയോഫൈസിയെ കുറിച്ച് പറയാം. ഫയോഫൈസിയെ ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗയുടെ ബ്രൗൺ കളർ കൊടുക്കുന്ന അതിൻ്റെ അകത്ത് കിടക്കുന്ന പിഗ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ സി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ബ്രൗൺ കളർ. മെയിൻലി ദേ ആർ മെറൈൻ ഹാബിറ്ററ്റ്. മെറൈൻ ഹാബിറ്ററ്റ് ആണ് ആര്? ബ്രൗൺ ആൽഗെ. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സിമ്പിൾ ബ്രാഞ്ചഡ് ഫിലമെന്റസ് എക്ടോകാർപ്പസ് ഏതിൽ വരുന്നുണ്ട്? ഫയോഫൈസിയയിൽ വരുന്നുണ്ട്. ആൻഡ് ലാർജ് ബ്രൗൺ ആൽഗെ കെൽപ്സും 100 meters ഓഫ് ദ ലെങ്ത് വരുന്ന കെൽപ്സും ഏതിലാണ്? ബ്രൗൺ ആൽഗെ അല്ലെങ്കിൽ ഫയോഫൈസിയയിലാണ്. പിന്നെ എന്തൊക്കെയാണ് അതിന് പിഗ്മെന്റ്? ക്ലോറോഫിൽ എ, സി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ഒലീവ് ഗ്രീൻ മുതൽ ബ്രൗണിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് വരെ കാണാം എന്തില്? ബ്രൗൺ ആൽഗയില്. നെക്സ്റ്റ് ഫുഡ് സ്റ്റോറിംഗ് കോംപ്ലക്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ലാമിനേറിയ, മാനിറ്റോൾ. ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഇതാണ് ഫുഡ് സ്റ്റോറിംഗ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിന്റെ. പിന്നെ വെജിറ്റേറ്റീവ് സെൽസ് ഹാവ് സെല്ലുലോസിക് ആണ്, സെൽ വോൾ ആണ് വെജിറ്റേറ്റീവ് സെൽ വോള്. പിന്നെ അതിനെ കവർ ചെയ്തിരിക്കുന്ന ജെലാറ്റിനസ് കോട്ടിംഗ് ഉണ്ട്. അതിൽ നിന്നാണ് ജെലാറ്റിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐസ്ക്രീം ഉണ്ടാക്കാനും ജെല്ലീസ് ഉണ്ടാക്കാനും ജെലാറ്റിൻസ് ബ്രൗൺ ആൽഗയുടെ ആൽഗിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോട്ടോപ്ലാസ്റ്റ് കണ്ടെയ്ൻ സെൻട്രൽ വാക്യൂൾസ് ആൻഡ് ന്യൂക്ലിയസ്. അതിലെ പ്രോട്ടോപ്ലാസ്റ്റിനകത്ത് സെൻട്രൽ വാക്യൂൾസ് ഉണ്ട് ആൻഡ് ന്യൂക്ലിയസ്. പ്ലാന്റ് ബോഡി ഈസ് യൂഷ്വലി അറ്റാച്ച്ഡ് ഫോം ആണ്. ഇവിടെ ആൽഗയ്ക്ക് റൂട്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, സ്റ്റെം ഇല്ല, ലീവ്സ് ഇല്ല. റൂട്ടിന്റെ ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളിപ്പിടിക്കാൻ സഹായിക്കുന്നതിന് പറയണത് ഹോൾഡ് ഫാസ്റ്റ് ആണ്, അള്ളിപ്പിടിക്കാൻ സഹായിക്കുന്നത്. സ്റ്റം ലൈക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ലൈക്ക് ഇതിന് പറയുന്നത് സ്റ്റൈപ്പ്. ആൻഡ് ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സാധനമാണ് എന്ത്? ഫ്രോണ്ട്.
ഫ്രോണ്ട് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. നെക്സ്റ്റ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന്റെ കാര്യം പറയാൻ 3 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് ആൾഗയിൽ പൊതുവെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്രാഗ്മെന്റേഷൻ മുഖേനയാണ് അല്ലെങ്കിൽ സ്പോസ് മുഖേനയും കാണാം. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ സൂസ്പോസ് ആണ്. സൂസ്പോസ് ബൈ ഫ്ലജലേറ്റഡ് സൂസ്പോസ്, അപ്പം മൊട്ടൈലാണ്. ബൈ 2 ഫ്ലജലുള്ള സൂസ്പോസ് ആണ്, മൊട്ടൈലാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത് ഐസോഗാമസ്, അനൈസോഗാമസ് ആൻഡ് ഊഗാമസ്. ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ദ ഗാമേറ്റ്സ് വിത്ത് സിമിലർ ഗാമേറ്റ്സ് ആണ് ഐസോഗാമസ്. ഡിസിമിലർ ആണെങ്കിൽ അനൈസോഗാമസ്, ഊഗാമസ് എന്നാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്ട്രക്ചറലി ഡിഫറെന്റ് ആയിട്ടുള്ള ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ ആണെന്ത് ഊഗാമസ്. അത് ഊഗോണിയത്തിൽ വെച്ചിട്ടോ ഇന്നർ സൈഡിലോ വെച്ചിട്ടോ നടക്കാം. ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എക്സാമ്പിൾസ് ക്ലോറോഫൈസി അല്ലെങ്കിൽ ഫയോഫൈസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഡിക്റ്റിയോട്ട, ലാമിനേറിയ, സർഗാസം ആൻഡ് ഫ്യൂക്കസ്. ഇതെല്ലാമാണ് ഫയോഫൈസിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ആൽഗെ റോഡോഫൈസിയെ. റോഡോഫൈസിയെ പിഗ്മെന്റ് അടിസ്ഥാനത്തിൽ റോഡോഫൈസിയെ എന്ന് പറഞ്ഞാൽ റെഡ് ആൽഗെ. റെഡ് കളർ എങ്ങനെയാണ് കിട്ടുന്നതിന്? R5 ഇരുത്തിന്റെ പ്രസൻസ് കൊണ്ടാണ് അതിന് റെഡ് കളർ കിട്ടുന്നത്. മെറൈൻ ആണ് റെഡ് ആൽഗെ. ഓക്കർ ഇൻ വാമർ ഏരിയ. വാമർ ഏരിയയിൽ കാണാൻ ഫൗണ്ട് ഇൻ വെൽ ഡെപ്ത് ഓഫ് ദ സീലും കാണാൻ. തീരെ സൂര്യപ്രകാശം കിട്ടാത്ത ഡെപ്ത് ഓഫ് ദ സീലും ആര് ഈ റോഡോഫൈസിനെ കാണാം. താലസ് ഈസ് ദ മൾട്ടിസെല്ലുലാർ ആണ് ആൻഡ് ഫുഡ് സ്റ്റോർ ഇൻ ദ ഫെറിഡിൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും മൾട്ടിസെല്ലുലാർ ബ്രാൻഡഡ് രൂപത്തിലാണ് കാണാറ് റെഡ് ആൽഗെ. പിന്നെ റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോർട്സ് മുഖേനയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനും എന്താണ്? നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോർട്സ്. എന്താ നോൺ മോട്ടൈലാണ് അതിലത്തെ സ്പോർട്സ് ഗാമേറ്റ്സ്. പിന്നെ എന്താണ്? ഊഗമസ് കാണുന്നത്. ഊഗാമേറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ഊഗാമസ് ആണ് മോഡ് ഓഫ് ദ റീപ്രൊഡക്ഷൻ. എക്സാമ്പിൾസ് എന്താണ്? ഗ്രാസിലേറിയ, പോളിസൈഫോണിയ, പോറിഫെറ ആൻഡ് ജെലീഡിയം. ഈ ജെലീഡിയം ഗ്രാസിലേറിയയിൽ നിന്നാണ് ജെലാറ്റിൻസ്, അതേപോലെ തന്നെ ഐസ്ക്രീമും അതേപോലെ ജെലീസ് ഉണ്ടാക്കാൻ ജെലാറ്റിൻസ്, അഗാർ സൊല്യൂഷനും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് റോഡോഫൈസി. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ആൽഗയുടെ ഫീച്ചേഴ്സും എക്കണോമിക്കൽ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ കളറിന്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിച്ചിട്ടുണ്ട്: ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ഇതിൽ ക്ലോറോഫൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ പിഗ്മെന്റ് ഉള്ളത് എന്താണ്? ക്ലോറോഫിൽ എ ആൻഡ് ബി. കാരണം അതേപോലെ റോഡോഫൈസിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെന്റ് ഓഫ് എന്താണ്? പിഗ്മെന്റ് R5 ആണ് അതിലുള്ളത്. ഇനി ഫയോഫൈസി എങ്കിൽ ക്ലോറോഫിൽ എയും സിയും സാബോഫിലും കാരോട്ടീൻസുമാണുള്ളത്. ഇതാണ് നമുക്ക് ഇന്നത്തെ ആൽഗിനെ കുറിച്ച് പഠിക്കാനുള്ളത്. താങ്ക് യു.